തുടരും സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷനായിട്ട് തുടരും സിനിമയ്ക്ക് ലഭിച്ചത് 2,70,00,000 അങ്ങനെ 97 കോടിയോളം രൂപ തുടരും സിനിമ 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി കേരളത്തിലെ സിനിമ 100 കോടി ക്ലബിലേക്ക് കയറാൻ പോവുകയാണ്. അതുപോലെ കേരള ബോക്സ് ഓഫീസിൽ 100 കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായിട്ട് തുടരും സിനിമ മാറിയിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇന്നും നല്ല ബുക്കിംഗ് തന്നെയാണ് കാണുന്നത്. ഏകദേശം 4 മില്യണോളം ടിക്കറ്റ്സ് ആണ് ബുക്ക് മൈ ഷോയിൽ ഇതുവരെ തുടരും സിനിമയുടേതായിട്ട് വിറ്റുപോയിരിക്കുന്നത്. അതുപോലെ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 205 കോടിയിലേക്കും എത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും 3 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനും വരുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ, തുടരും എന്നീ 2 സിനിമകൾ കൊണ്ട് തന്നെ ലാലേട്ടൻ ഈ വർഷം 470 കോടിയോളം രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതുപോലെ വമ്പൻ വിജയങ്ങൾ ഇനിയും ലാലേട്ടന് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജയിലർ സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് നിലവിൽ കേരളത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലാലേട്ടൻ സിനിമയുടെ സെറ്റിലേക്ക് ജൂൺ ലാസ്റ്റ് വീക്കിലോ ജൂലൈ ഫസ്റ്റ് വീക്കിലോ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ജയിലർ 1 കാണിച്ച അതേ പവറിൽ തന്നെ മാത്യു എന്ന ക്യാരക്ടറിനെ നെൽസൺ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.